ഹായ് സുഹൃത്തുക്കളെ, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ശൈലേന്ദ്രൻ വെള്ളനാട്. നമ്മുടെ ചാനൽ ബിവോക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വിഷയം എന്ന് പറയുന്നത് കഴിഞ്ഞ വീഡിയോയുടെ തുടർച്ച തന്നെയാണ്. ഡൽഹി പ്രഗതി മൈതാനം എന്ന് പറയുമ്പോഴത്തേക്ക് ഇപ്പോൾ അതിൻ്റെ പേരൊക്കെ മാറി, ഇപ്പോൾ ഭാരത് മണ്ഡപം എന്നാണ്. ഇപ്പോൾ ഭാരത് മണ്ഡപത്തിൽ 18-ാം തീയതി മുതൽ 23-ാം തീയതി വരെ നടന്ന മൊബൈലിറ്റി എക്സ്പോ, ആ എക്സ്പോയിൽ ഏകദേശം 50ഓളം വാഹനങ്ങൾ പ്രദർശനത്തിന് വരികയുണ്ടായി. 50 വാഹനങ്ങളിൽ 11 വാഹനങ്ങൾ മാധ്യമ ശ്രദ്ധ പിടിച്ചു പറ്റുകയും അതുപോലെ തന്നെ ഇന്നത്തെ ജനങ്ങളുടെ പുതിയ ടെക്നോളജിയിലേക്കുള്ള ഒരു കടന്നുകയറ്റവും കൂടെ ആയിട്ടുണ്ട്. ആ 11 വാഹനങ്ങൾ എന്ന് പറയുന്നത് ഇലക്ട്രിക് വാഹനങ്ങളാണ്. അതായത് IC എഞ്ചിനുകളൊക്കെ വാരി തൂത്തെറിഞ്ഞുകൊണ്ട് ഇലക്ട്രിക് വാഹനങ്ങളുടെ ഒരു നീണ്ട നിര തന്നെ നമ്മുടെ ഭാരത് മണ്ഡപത്തിൽ വരികയുണ്ടായി. അതിൽ ടാറ്റ ഉണ്ടായിരുന്നു, MG ഉണ്ടായിരുന്നു, നമ്മുടെ ഹുണ്ടായി ഉണ്ടായിരുന്നു, പിന്നെ ചരിത്രത്തിൽ ആദ്യമായി മാരുതി എത്തിച്ചേർന്നു, കിയ വന്നു, മഹേന്ദ്ര വന്നു, തുടങ്ങി ഏകദേശം 11ഓളം വാഹനങ്ങൾ ഈ മൊബൈലിറ്റി എക്സ്പോയിൽ വന്ന് ഈ ഡൽഹിയും അതുപോലെ തന്നെ ഇന്ത്യയിലൊട്ടാകെയുള്ള വാഹനപ്രേമികളുടെയും വണ്ടിപ്രാന്തന്മാരെയും ഞെട്ടിച്ചുകൊണ്ട് മുന്നോട്ട് പോയ ഒരു സാഹചര്യം നമ്മൾ പത്രങ്ങളിലേക്ക് കണ്ടിരിക്കും. IC വാഹനങ്ങളെ കുറിച്ചുള്ള വലിയ വിവരങ്ങളൊന്നും പത്രങ്ങളിൽ വന്നില്ല. എല്ലാം വന്ന വാർത്തകളെന്ന് പറയുന്നത് ഇലക്ട്രിക് വെഹിക്കിളെ കുറിച്ചായിരുന്നു. അപ്പോൾ ഈ വന്നതിൽ നമ്മുടെ ടാറ്റ നെക്സോണും അതുപോലെ MG CS ഒക്കെ നേരത്തെ തന്നെ വിപണിയിലുണ്ട്. അതുകൊണ്ട് അതിനെക്കുറിച്ചൊന്നും നമുക്ക് ചർച്ച ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. പുതുതായിട്ട് വന്ന വാഹനങ്ങളിൽ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെട്ടത് മാരുതിയുടെ ഈ വിറ്റാരയാണ്. ഈ വിറ്റാര ഡൽഹിയിൽ പ്രദർശിപ്പിച്ചു. മാർച്ച് മാസത്തോടും കൂടെ ബുക്കിംഗ് ആരംഭിക്കുകയാണ്. അത് ഏകദേശം ഏപ്രിലോടും കൂടെ തന്നെ വിപണിയിൽ അത് വിൽപ്പനയ്ക്ക് വരുന്നുണ്ട്. അപ്പോൾ മാരുതിയും ഈ രംഗത്തേക്ക് കടന്നു കഴിഞ്ഞാൽ അവർ ഏകദേശം 1000ഓളം ചാർജിങ് സ്റ്റേഷനുകളുമായിട്ടാണ് അവരുടെ വരവെന്ന് പറയുന്നത്. അത് ഇന്ത്യയിൽ ഒരു കോളിളക്കം സൃഷ്ടിക്കും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. രണ്ടാമത് വന്നതെന്ന് പറയുന്നത് ഹുണ്ടായിയുടെ മൂന്നാമത്തെ വാഹനം, ഹുണ്ടായി കുടുംബത്തിൽ നിന്ന് മൂന്നാമതൊരു വാഹനം കൂടെ വന്നിരിക്കുന്നു. ക്രെറ്റയും അതുപോലെ തന്നെ നമ്മുടെ ഐക്കോണിക്കും നേരത്തെ ഉണ്ടായിരുന്നു, ഒരു വാഹനം ഉണ്ടായിരുന്നു. അപ്പോൾ അതും ചേർത്ത് 3 വാഹനങ്ങളാണ് ഹുണ്ടായിയുടെ കുടുംബത്തിൽ ഉണ്ടായിരിക്കുന്നത്, ഇലക്ട്രിക് വാഹനങ്ങൾ. അതിൽ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്നത് ക്രെറ്റയാണ്. 500 കിലോമീറ്റർ റേഞ്ചും 60 കിലോവാട്ട് ബാറ്ററി പാക്കുമായിട്ടാണ് ക്രെറ്റ വന്നിട്ടുള്ളത്. വിപണിയിൽ ചലനം സൃഷ്ടിക്കും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. മറ്റൊരു സവിശേഷത എന്ന് പറഞ്ഞാൽ ടാറ്റയുടെ വാഹനങ്ങൾ തന്നെയാണ്. ടാറ്റയുടെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് അവസാന ദിവസം അവതരിപ്പിച്ചാണ് അവന്യ 500 കിലോമീറ്റർ റേഞ്ചാണ് പറയുന്നത്. ഏകദേശം 60 കിലോവാട്ടും 50 കിലോവാട്ടും 2 ബാറ്ററി പാക്കുകൾ അവർ അവതരിപ്പിക്കുന്നുണ്ട്. അവന്യയും ഏപ്രിൽ മാസത്തോടും കൂടെ വിപണിയിലെത്താനാണ് സാധ്യത. ആ അവന്യയുടെ എന്ന് വെച്ചാൽ നല്ല സ്റ്റൈലിഷ് കളറും അതുപോലെ തന്നെ ഇന്ന് ലോക വിപണിയിൽ ടെസ്ലയെ പോലും ഞെട്ടിച്ചുകൊണ്ടാണ് അവന്യയുടെ രൂപകൽപ്പന ടാറ്റ ചെയ്തിരിക്കുന്നത്. അത് നമുക്ക് വരും ദിവസങ്ങളിൽ നമുക്ക് ഷോറൂമുകളിൽ ആ വാഹനങ്ങൾ എത്തുമ്പോഴത്തേക്ക് നമുക്ക് കാണാൻ സാധിക്കും. ഇവരെല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് മറ്റൊരു വാഹനം വന്നിട്ടുണ്ട്. അതാണ് ഈ ലോകം കീഴടക്കാൻ പോകുന്ന ഏറ്റവും വിപ്ലവകരമായിട്ടുള്ള മാറ്റത്തിന് തുടക്കം കുറിക്കുന്ന സോളാർ വാഹനം, ഈവ എന്ന് പറയുന്ന ആ വാഹനവും എത്തിച്ചേർന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ വാഹനങ്ങളിലേക്ക് ബാറ്ററി പാക്കും അതുപോലെ എത്ര കിലോമീറ്റർ റേഞ്ചും അവരുടെ വിലയൊക്കെ നമുക്കൊന്ന് പരിശോധിക്കാം. മാരുതിയുടെ ഈ വിറ്റാര 60 കിലോവാട്ടിലും അതുപോലെ 50 കിലോവാട്ടിലുമാണ് വാഹനങ്ങൾ ഇറക്കുന്നത്. അപ്പോൾ അതിൽ ഒന്നിൽ 500 റേഞ്ചും മറ്റൊന്നിൽ 600 റേഞ്ചുമാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ഈ 500ഉം 600ഉം ഒരു കമ്പനി പറയുമ്പോൾ നമ്മളെപ്പോഴും ഒരു 150 കിലോമീറ്റർ കുറവ് നമ്മൾ പ്രതീക്ഷിച്ച് വേണം യാത്ര ചെയ്യാൻ. കാരണം ഇലക്ട്രിക് വാഹനങ്ങൾ അങ്ങനെയാണ്, ഏതൊരു വാഹനത്തിന് ആ കമ്പനി പറയുന്ന റേഞ്ച് കിട്ടാറില്ല. 100 കിലോമീറ്റർ കുറവ് ഉണ്ടാവും, സ്വാഭാവികമാണ്. ആ 100 കിലോമീറ്റർ കുറയാത്ത നമുക്ക് ഓടാൻ പറ്റുന്ന വാഹനം BYD, ലോക നിലവാരത്തിൽ തന്നെ 1ാം സ്ഥാനത്തുള്ള BYDയുടെ വാഹനങ്ങൾ മാത്രമേ
അവർ 500 കിലോമീറ്റർ പറഞ്ഞു കഴിഞ്ഞാൽ 500 കിലോമീറ്റർ നമുക്ക് ഓടാൻ സാധിക്കുള്ളൂ. ബാക്കി എല്ലാ വാഹനങ്ങളും 100 കിലോമീറ്റർ കുറവായിരിക്കും. ഇത് ഇലക്ട്രിക് വാഹനം എടുക്കുന്ന എല്ലാവരും ആദ്യമേ തന്നെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അപ്പോൾ മാരുതിയുടെ ഈ വിറ്റാരയിൽ ഞാൻ ഈ പറഞ്ഞ പോലെ 500-600 കിലോമീറ്റർ റേഞ്ച് പറയുന്നുണ്ട്. അവരുടെ ബാറ്ററി പാക്കും അതുപോലെ തന്നെ 49, 50, 60 ആണ്. അത് പിന്നെ നമുക്ക് വാഹനം ഓടിയതിന് ശേഷം മാത്രമേ എത്ര കിലോമീറ്റർ കിട്ടുമെന്ന് കറക്റ്റായിട്ട് പറയാൻ പറ്റൂ. എന്തായാലും 400 കിലോമീറ്റർ നമുക്ക് ഓടാൻ പറ്റും എന്നുള്ള കാര്യം നമുക്ക് ഉറപ്പിക്കാം. രണ്ടാമതാണ് ടാറ്റയുടെ ഹാരിയർ വന്നിട്ടുണ്ട്. ഹാരിയർ എന്ന് പറയുമ്പോഴത്തേക്ക് 75 കിലോവാട്ട് ബാറ്ററി പാക്കുമായിട്ടാണ് വന്നിട്ടുള്ളത്. അതിന്റെ വില എന്ന് പറയുമ്പോഴത്തേക്ക് 23 ലക്ഷം രൂപയാണ്. പിന്നെ 600 കിലോമീറ്റർ ആണ് അതിന്റെ റേഞ്ച് പറയുന്നത്. നമ്മുടെ മൊബൈലിറ്റിയിൽ ഏറ്റവും കൂടുതൽ മാരുതി കഴിഞ്ഞാൽ ശ്രദ്ധിക്കപ്പെട്ട ഒരു വാഹനമാണ് നമ്മുടെ ഹാരിയർ എന്ന് പറയുന്നത്. ടാറ്റയുടെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് അവതരിപ്പിച്ച ഹാരിയറും അതുപോലെ സിയാറ ഉണ്ടായിരുന്നു. അവസാനമായിട്ട് അവന്യൂ അവതരിപ്പിച്ചു. അങ്ങനെ 3 വാഹനങ്ങളാണ് ടാറ്റ ഈ മൊബൈലിറ്റി എക്സ്പോയിൽ അവതരിപ്പിച്ച് ജനശ്രദ്ധ നേടിയത്. പിന്നെ ഹുണ്ടായിയുടെ ക്രെറ്റ വലിയ നിലവാരത്തിലാണ് ജനങ്ങളുടെ ഇടയിൽ ശ്രദ്ധ പിടിച്ചു പറ്റിയത്. ക്രെറ്റയുടെ നമ്മുടെ IC എഞ്ചിന്റെ പ്ലാറ്റ്ഫോമിൽ ചെയ്തിട്ടുള്ള ക്രെറ്റ EV ഏകദേശം 500 കിലോമീറ്റർ റേഞ്ചും 20 ലക്ഷം രൂപ വിലയും നിശ്ചയിച്ചുകൊണ്ട് അവർ പുറത്തിറക്കിയിട്ടുണ്ട്. ബുക്കിംഗ് ആരംഭിച്ചിട്ടുണ്ട്. പിന്നെ ആ വാഹനവും നമുക്ക് വിപണിയിൽ എത്തിച്ചേർന്നു. MGയുടെ മെജസ്റ്റർ ആണ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഇപ്പോൾ വരാൻ പോകുന്ന ഒരു വാഹനം എന്ന് പറയുന്നത്. 70 കിലോമീറ്റർ ബാറ്ററി പാക്കുമായിട്ടാണ് അവതരിപ്പിച്ചിട്ടുള്ളത്. ആ വാഹനം ഉടൻ തന്നെ വിപണിയിൽ എത്തുന്നതാണ്. അടുത്ത് കിയയുടെ EV7 വരുന്നുണ്ട്. സ്പോർട്സ് വെഹിക്കിളാണ്. 78 കിലോമീറ്റർ ബാറ്ററി പാക്കും 500 കിലോമീറ്റർ റേഞ്ചുമായിട്ട് കിയ രംഗത്തിറങ്ങിയിട്ടുണ്ട്. അതും നമുക്ക് ഉടനെ തന്നെ വിപണിയിൽ എത്തുന്നതാണ്. ഇതെല്ലാം മാർച്ച് ഏപ്രിലോടും കൂടെയാണ് വിപണിയിൽ എത്തുന്നത്. മഹേന്ദ്രയുടെ BE6 ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള കാര്യമാണ്, മുൻപ് വീഡിയോകളിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതിന് ഏകദേശം 600 കിലോമീറ്റർ റേഞ്ച് 78 കിലോമീറ്റർ ബാറ്ററി പാക്കുമായിട്ട് ഒരെണ്ണം വരുന്നുണ്ട്. BE9E എന്ന് പറയുന്ന ഒരു വാഹനം വരുന്നുണ്ട്. 700 കിലോമീറ്റർ റേഞ്ച്, അതിൽ 88 കിലോവാട്ട് ബാറ്ററി പാക്കുമായിട്ടാണ് വരുന്നത്. അതും നമുക്ക് ഉടനെ തന്നെ വിപണിയിൽ നമുക്ക് പ്രതീക്ഷിക്കാം. BYDയുടെ സീൽ എന്ന് പറഞ്ഞിട്ടൊരു വാഹനമുണ്ട്. സ്പോർട്സ് ആണ്. സ്പോർട്സ് വെഹിക്കിളാണ്. 82 കിലോവാട്ട് ബാറ്ററി പാക്കും അതുപോലെ 700 കിലോമീറ്റർ റേഞ്ചുമായിട്ട് BYDയും വരുന്നുണ്ട്. അപ്പൊ ഇത്രയും വാഹനങ്ങൾ, ഈ 10 വാഹനങ്ങൾ ഡൽഹി മൊബൈലിറ്റി എക്സ്പോയിൽ പ്രദർശനത്തിലെത്തിയതിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഏറ്റവും കൂടുതൽ ജനശ്രദ്ധ പിടിച്ചു പറ്റിയ വാഹനം എന്ന് പറയുന്നത് നമ്മുടെ സോളാറിൽ ലൈവായിട്ട് ഓടുന്ന ഒരു വാഹനം. അത് ആദ്യമായിട്ട് നമ്മുടെ ഇന്ത്യയിലാണ് ഈ ഒരു ഇലക്ട്രിക് വാഹനം നിരത്തിലിറക്കിയത്. നമ്മുടെ മഹേന്ദ്ര ഇറക്കിയ, ബജാജ് ഇറക്കിയ രേവ എന്ന് പറയുന്നത്. പക്ഷെ ബജാജിന് പിന്നെ അത് തുടർന്ന് കൊണ്ടുപോകാൻ പറ്റിയില്ല. അതിനുശേഷമാണ് നമ്മുടെ ടാറ്റ ഈ രംഗത്തേക്ക് വരുന്നതും ടാറ്റ ഈ രംഗം മുഴുവൻ പിടിച്ചടക്കിയത്. അപ്പൊ അതുപോലെ സോളാർ വെഹിക്കിളിൽ ഇവ എന്ന് പറയുന്ന വാഹനമായിട്ടാണ് നമ്മുടെ വേ എന്ന് പറയുന്ന കമ്പനി രംഗത്ത് പ്രവേശനം ചെയ്തിരിക്കുന്നത്. അപ്പോൾ അവര് 3000 കിലോമീറ്റർ വരെ നമുക്ക് സോളാറിൽ നമുക്ക് ആ വാഹനം ഓടാൻ സാധിക്കും. അതുകൂടാതെ തന്നെ 250 കിലോമീറ്റർ റേഞ്ച് ആ വാഹനത്തിന് പറയുന്നുണ്ട്. ഏറ്റവും വില കുറഞ്ഞ ഒരു വാഹനമായിട്ടാണ് അവർ വരുന്നത്. ഏകദേശം 3.5 ലക്ഷത്തിനും 5 ലക്ഷത്തിനും ഇടയിൽ 3 വേരിയന്റുകളിലായിട്ട് ആ വാഹനം നമുക്ക് വാങ്ങാൻ സാധിക്കും. അവരുടെ പിന്നെ ഇതിൽ തന്നെ പറയുന്നുണ്ട്, ഈ വാഹനം നിങ്ങൾ സാധാരണ നമ്മൾ യാത്ര ചെയ്യുമ്പോഴത്തേക്ക് തണലത്തായിരിക്കും വാഹനങ്ങൾ നമ്മൾ കൊണ്ടിടാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കുന്നത്. അപ്പൊ ഇനിയുള്ള കാലത്ത് തണല് നമ്മൾ മാറ്റി നിർത്തിയിട്ട് നല്ല മോട്ട വെയിലുള്ള സ്ഥലങ്ങളിൽ വേണം വാഹനങ്ങൾ സൂക്ഷിക്കാൻ. കാരണം ആ സമയത്ത് വാഹനത്തിൽ ചാർജിങ് നടക്കുകയാണ്. അതുകൊണ്ട് ഇനിയിപ്പം നമ്മൾ തണൽ അന്വേഷിച്ച് പോകേണ്ട ഒരു സാഹചര്യം വരുന്നില്ല. ആ ഒരു രീതിയിലുള്ള രൂപകൽപ്പനയാണ് നമ്മുടെ ഈ ഇവ എന്ന് പറയുന്ന വാഹനത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വേ മൊബൈലിറ്റി എന്ന സ്റ്റാർട്ടപ്പ് കമ്പനിയാണ് അത് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. എന്തു തന്നെയായാലും അത് ഈ ഇന്ത്യയിലെന്നല്ല, ലോകം മുഴുവൻ വിപ്ലവത്തിന് ഒരു തുടക്കം കുറിക്കുന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല. പിന്നെ ഇതിന് 3 വേരിയന്റുകളുണ്ട്. ഒന്ന് നോവ എന്നും, പിന്നെ അത് കഴിഞ്ഞിട്ട് വേഗ എന്നും, പിന്നെ സ്റ്റെല്ല എന്നും പറഞ്ഞിട്ടാണ് 3 മോഡലുകൾ അവർ രൂപകൽപ്പന ചെയ്ത് ഇറക്കിയിട്ടുള്ളത്. 3നും 3 ബാറ്ററി പാക്കാണ്. അതിന്റെ വിശദ വിവരങ്ങളൊന്നും കിട്ടിയിട്ടില്ല. എന്ത് തന്നെയായാലും 5 ലക്ഷം രൂപയ്ക്ക് നമുക്ക് ഈ വാഹനങ്ങൾ നമുക്ക് വാങ്ങാൻ സാധിക്കും. MGയുടെ കോമറ്റുമായിട്ടാണ് ഈ വാഹനം മത്സരിക്കുന്നത്. അപ്പോൾ എന്ത് തന്നെയായാലും സോളാർ വാഹനങ്ങൾക്ക് ഇനി പ്രിയം കൂടും. അതിലുള്ള പഗ്ഗുകൾ എന്തൊക്കെയാണെന്നുള്ളതൊക്കെ കണ്ടുപിടിച്ച് ആ പരിഹാരങ്ങളൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ ആ വാഹനം നല്ല വിപണി പിടിക്കും എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല. അപ്പോൾ ഇതൊക്കെയാണ് ഈ പിന്നെ നമ്മുടെ 2025 ഓട്ടോ എക്സ്പോയിൽ വന്നിട്ടുള്ള വിശേഷങ്ങൾ. ഇതിൽ ഏതൊക്കെ വാഹനങ്ങൾ നമുക്ക് വാങ്ങി ഉപയോഗിക്കാം എന്നുള്ള ഒരു ചോദ്യം വന്നു കഴിഞ്ഞാൽ ഞാൻ സജസ്റ്റ് ചെയ്യുന്ന 2 വാഹനങ്ങളെ ഉള്ളൂ. ഒന്ന് MG വിൻസർ, 2 മഹേന്ദ്ര BE6E.
കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അൺലിമിറ്റഡ് ബാറ്ററി പാക്കാണ് ഈ രണ്ട് കമ്പനികളും വാഗ്ദാനം ചെയ്തിട്ടുള്ളത്. ഈ വാഗ്ദാനങ്ങൾ ടാറ്റയ്ക്കോ മാരുതിക്കോ അതുപോലെ ഹുണ്ടായിക്കോ നൽകാത്തിടത്തോളം കാലം വിപണി പിടിച്ച് മുന്നോട്ട് പോവാൻ സാധ്യതയുള്ള രണ്ട് കമ്പനികൾ മഹേന്ദ്രയും അതുപോലെ തന്നെ എം ജിയും ആയിരിക്കും എന്നുള്ള തർക്കമില്ല. പിന്നെ വാഹനങ്ങൾ എടുക്കുന്നവർ ശ്രദ്ധിക്കുക, നമുക്ക് 8 വർഷത്തെ വാറണ്ടിയും 1,60,000 കിലോമീറ്റർ ആണ് ഈ ടാറ്റയും അതുപോലെ തന്നെ മാരുതിയും ഹുണ്ടായും അതുപോലെ ബാക്കി എല്ലാ കമ്പനികളും നമുക്ക് നൽകുന്നത്. എന്നാൽ മഹേന്ദ്രയും എം ജി, മഹേന്ദ്രയുടെ BE6ഉം മഹേന്ദ്രയുടെ 400 ഒന്നും ഇതിൽ വരുന്നില്ല, മഹേന്ദ്രയുടെ BE6ഉം പിന്നെ എം ജിയുടെ വിൻസറും മാത്രമാണ് അൺലിമിറ്റഡ് വാറണ്ടി മോട്ടോർ പ്ലസ് ബാറ്ററി വാറണ്ടി ആയിട്ട് രംഗപ്രവേശം ചെയ്തിട്ടുള്ളത്. ഈ വാഹനങ്ങൾ വാങ്ങുന്നവർക്ക് ദീർഘകാലം നമുക്ക് ആ വാഹനത്തിന് എന്ത് ബാറ്ററിക്കും മോട്ടറിനും എന്ത് കേടുപാട് സംഭവിച്ചാലും അത് കമ്പനിയുടെ ചെലവിൽ മാറ്റിത്തരാൻ അവർ പ്രതിജ്ഞാബദ്ധമാണ്. അതുകൊണ്ട് തന്നെ ഈ രണ്ട് വാഹനങ്ങൾ എടുക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ പ്രേക്ഷകർ ശ്രമിക്കുക. കാരണം നമുക്ക് ജീവിതകാലം നമുക്കൊരു വാഹനമായിരിക്കും നമ്മുടെ ലൈഫിൽ നമ്മൾ ഒന്നല്ലെങ്കിൽ രണ്ട് വാഹനം ഉപയോഗിക്കായിരിക്കും. പക്ഷേ ഈ രണ്ട് വാഹനങ്ങൾക്കും നമുക്ക് മാക്സിമം മൈലേജ് ലഭിച്ചാൽ മാത്രമേ നമ്മൾ ലക്ഷങ്ങൾ 20 ലക്ഷം രൂപ കൊടുത്ത് ഒരു വാഹനം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് മുതലാവത്തുള്ളൂ. അപ്പൊ അതുകൊണ്ട് എല്ലാവരും ഇനിയുള്ള കാലഘട്ടത്തിൽ അൺലിമിറ്റഡ് ബാറ്ററി വാറണ്ടും മോട്ടോർ വാറണ്ടിയും തരുന്ന കമ്പനികളുടെ വാഹനങ്ങൾ എടുക്കാൻ ശ്രദ്ധിക്കുക. ഇത്രയും മാത്രം പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരൊക്കെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.